ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി വിക്കഡ് ഗെയിമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്താണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ തന്നാണെങ്കിൽ കുളിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയം ഭീമിനെ കാണുന്നില്ല. ഭീം ഇത് എവിടെയാണെന്ന് ഇങ്ങനെ നോക്കുന്ന ടൈമിലാണ് ഭീം അവൻ്റെ പുറകിലേക്ക് വന്ന് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ഭീമിനെ കാണുമ്പോഴത്തേക്കും ഇവൻ വീഴാനേക്ക് പോകുന്നുണ്ട്. കൂടെ ഭീമും ചെന്ന് വീഴുന്നുണ്ട്. ആ സമയം തന്നാണെങ്കിൽ ശരി എഴുന്നേറ്റ് മാറാനായിട്ട് ഭീമിനോട് പറയുന്നുണ്ട്. ഭീം എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ കൊണ്ട് പറ്റുന്നില്ല. തനിക്കാണെങ്കിൽ തന്നെ നടു ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. അതുകൊണ്ട് കുറച്ച് നേരം താനിങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭീമാണെങ്കിൽ അവിടെ തണ്ണിൻ്റെ ദേഹത്ത് തന്നെ കയറി കിടക്കുന്നുണ്ട്. തന്നാണെങ്കിൽ എഴുന്നേറ്റ് മാറാൻ പറയുമ്പോൾ ഭീമാണെങ്കിൽ നടുവേദനിക്കുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ കാരണമാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് തണ്ണിനോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയുന്നുണ്ട്. തന്നപ്പോൾ ഓക്കെ എന്ന് പറയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ തണ്ണ് ഭീമിനെ അവിടെ നിന്ന് താഴേക്ക് വലിച്ചിട്ടിട്ട് അവൻ എഴുന്നേൽക്കുന്നുണ്ട്. ഭീം എന്താണ് നീ കാണിച്ചേ എന്ന് ചോദിക്കുമ്പോൾ സോറി എന്ന് പറഞ്ഞിട്ട് തണ്ണ് അവിടെ നിന്ന് പോവാണ്. ഭീം ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഭീമാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതാണ്. തണ്ണ് കഴിഞ്ഞ ദിവസം നൈറ്റ് അവിടെയായിരുന്നു സ്റ്റേ ചെയ്തത്. ഭീം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെക്കുന്നതും തണ്ണ് ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. ഭീം അപ്പോൾ നിൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, പോയി കുളിച്ചിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ കുളിച്ചിട്ട് വരുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഭീം അപ്പോൾ തണ്ണിനോട് എനിക്ക് നിന്നെ പോലെ ഒരാളെയാണ് ആവശ്യമെന്ന് പറയുന്നുണ്ട്. തണ്ണപ്പോൾ ഒന്ന് ഞെട്ടിയിട്ട് ബോയ് ഫ്രണ്ട് ആയിട്ടായിരിക്കും എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആ സമയം ഭീമാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ അവിടെ വർക്ക് ചെയ്യാനായിട്ട് എൻ്റെ ബോഡി ഗാർഡായിട്ട് ഒരാൾ ആവശ്യമുണ്ട്, നീ വരാവോ എന്ന് ചോദിക്കുന്നുണ്ട്. തണ്ണപ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയാണ്. ആ സമയം ഭീമിനെ കാണാനായിട്ട് നിതായ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിതായനെ കാണുന്നതും തണ്ണാണെങ്കിൽ ഹലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭീമിനോട് എനിക്ക് താൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം നിതായ നീ സാധാരണ ആരെയും ഇവിടെ നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ലല്ലോ, നീ അവനെ സമ്മതിച്ചല്ലോ, ആരാ അത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഭീമിൻ്റെ ചേട്ടൻ ജെറ്റിനെയും അവൻ്റെ അസിസ്റ്റൻറ്റിനെയാണ്. രണ്ടുപേരും ഇപ്പം ഹോസ്പിറ്റലിൽ വർക്കിനായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഭീമിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആൾക്കാരെ അയച്ചത് ജെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം എന്തായി, വേറെ അറിവൊന്നും വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഭീമിൻ്റെ കാര്യത്തിൽ അവർ തീരുമാനമാക്കി കാണുമെന്ന് അസിസ്റ്റൻറ്റ് പയ്യൻ പറയുന്നുണ്ട്. എന്നാൽ ആ ടൈമിനാണ് എക്സാക്റ്റ് ഇവരെ ഇടിക്കാൻ കണക്കിന് വരുന്നു അല്ലെ ഭീം അവൻ്റെ കാറ് കൊണ്ട് നിർത്തുന്നത്. ജെറ്റപ്പോൾ നിനക്ക് മര്യാദയ്ക്ക് ഓട്ടിക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭീമാണെങ്കിൽ പതുക്കെ അവൻ്റെ വണ്ടിയിലെ ഗ്ലാസ് താക്കാണ്. നോക്കുമ്പോൾ ഭീമിനൊന്നും സംഭവിച്ചിട്ടില്ല. അക്കാര്യത്തിൽ ജെറ്റൊന്ന് ഷോക്കാവുന്നുണ്ട്. ഭീമിന് ജെറ്റാണ് ആൾക്കാരെ അയച്ചതെന്നും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നീയാണെങ്കിൽ ഇമാതിരി പരിപാടി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നീ അയച്ചവന്മാർ ഭയങ്കര വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്മാർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഭീം അവിടെ നിന്ന് പോകുന്നുണ്ട്. ജെറ്റപ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റിനെ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ജെറ്റാണെങ്കിൽ ഭീമിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അയച്ച ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തുന്നുണ്ട്. അവന്മാർക്കിട്ട് കുറേ കൊടുത്തിട്ട് നിനക്ക് മര്യാദയ്ക്ക് ഈ ഒരു വർക്ക് പോലും ചെയ്യാൻ അറിയത്തില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവന്മാരപ്പോൾ ഞങ്ങൾ നേരെ ചെയ്തതാണ് എന്നാൽ ഭീമിനെ രക്ഷിക്കാനായിട്ട്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം അതാരാന്ന് ജെറ്റ് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ജെറ്റപ്പോൾ അതാരാന്ന് കണ്ടുപിടിച്ചിട്ട് അയാൾക്കിട്ടും പണി കൊടുക്ക്, എനിക്കെതിരെ നിൽക്കുന്ന ആരെങ്കിലും വെറുതെ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് റിസേനെയാണ്. റിസ ഇപ്പോൾ അവളുടെ അച്ഛനെയാണെങ്കിൽ ഓഫീസ് റൂമിൽ കാണാനായിട്ട് വരുന്നുണ്ട്. റിസ വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ കഴിഞ്ഞ ദിവസം രാത്രി ഭീമിന് എന്താ അറ്റാക്ക് ഉണ്ടായി എന്നറിഞ്ഞു, എന്താണ് സംഭവിച്ചതെന്ന് കറക്റ്റ് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അച്ഛനാണെങ്കിൽ അവൻ പോലീസിനെ കോൾ ചെയ്തായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. അവൻ പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നേയല്ലേ ഉള്ളൂ, അവനപ്പോൾ ശത്രുക്കളൊന്നും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ലല്ലോ, പിന്നെ ഉണ്ടെങ്കിൽ അത് ജെറ്റായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അച്ഛനാണെങ്കിൽ റിസയുടെ അടുത്ത് നമ്മുടെ ഈ ഒരു കമ്പനിയിൽ എക്സിക്യൂട്ടീവ്സായിട്ട് ലേഡീസ് ആരും തന്നെ ഇല്ല, അതിൻ്റെ റീസൺ എന്താണെന്ന് നിനക്കറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. റിസ ഇപ്പോൾ ഇല്ലയെന്നൊരു രീതിയിൽ നിൽക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അവരിതുപോലെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് അതിൻ്റെ ഗോസിപ്പും പറഞ്ഞുകൊണ്ട് വർക്ക് ചെയ്യാതെ നടക്കും, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. റിസ ഇപ്പോൾ ഞാൻ ഗോസിപ്പ് പറയാനായിട്ട് വന്നതല്ല, എനിക്ക് അവർ രണ്ടുപേരെയും കാട്ടി ടെൻഷനുണ്ട്, അവർ വഴക്കുണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, അത് ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞതാണെന്ന് പറയാണ്. ആ സമയം അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട് അവരാണെങ്കിൽ സ്വയം കാര്യങ്ങൾ നോക്കാൻ അറിയത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ മക്കളായിട്ട് ഇവിടെ നിൽക്കത്തില്ലായിരുന്നു, നീ പോയി നിൻ്റെ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് റിസേനെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് നൈറ്റ് റിസ പാനുമായിട്ട് അവളുടെ അമ്മേനെ കാണാനായിട്ട് വരുന്നതാണ്. അവളുടെ അമ്മ ഒരു ക്ലബ്ബിൽ ഏതൊക്കെയോ ചെക്കന്മാരുടെ അവിടെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. റിസ വരുമ്പോഴത്തേക്കും അമ്മ അവൾ അടുത്തേക്ക് ഇരുത്തി സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് താനറ്റിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. 3 പേരെയും കല്യാണം കഴിച്ചതാണെന്ന് അറിയത്തില്ല. എന്നാൽ ഇയാൾക്കുള്ള ഈ ഒരു 3 മക്കൾ, അതായത് ഭീമും ജെറ്റും റിസയും 3 പേരുടെ അമ്മമാരും വേറെ വേറെ ആളുകളാണ്. ഇപ്പം റിസ അവളുടെ അമ്മയുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ അമ്മയോട് പറയുന്നുണ്ട് ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എന്നെ അങ്ങോട്ട് അച്ഛൻ വില തരുന്നില്ല, ഭീമും ജെറ്റും തമ്മിലാണ് ആർക്ക് അടുത്ത സ്വത്തുക്കൾ കിട്ടും എന്നൊരു തർക്കം പോലെ നടക്കുന്നത്, എന്നെ അതിൻ്റെ അത് ചേർക്കുന്നു പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതാണ് നല്ലത്, ഇല്ലെങ്കിൽ ജെറ്റിന് അവകാശപ്പെട്ട സ്വത്തുക്കൾ നീ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഭീമിൻ്റെ അമ്മേനെ അവരെങ്ങനെയാണോ കൊന്നത് അതുപോലെ അവരെന്നെയും കൊന്നേനെ. ഞാൻ പറയുന്നത് നീ ആ കമ്പനിയൊക്കെ വിട്ടിട്ട് വരാനാണ്, നീ എന്നോട് വാങ്ങാൻ നിൻ്റെ പൊന്നു പോലെ നോക്കണം, നീ നിൻ്റെ അച്ഛനെ പോലെ ആയിത്തീർന്നു എന്ന് എനിക്ക് തീരെ താല്പര്യമില്ല.
നിന്റെ അച്ഛൻ എന്തിനാണ് ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്ത് നിനക്കറിയാവോ? കാരണം ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ ഒരാളുടെ മരണം അതെല്ലാം തന്നെ നിന്റെ അച്ഛൻ്റെ കയ്യിലുണ്ടാകും. അച്ഛൻ ദൈവത്തിനെ പോലെയാകും, അയാൾക്ക് ഇതിൻ്റെ പവർ കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ സ്ത്രീകളെപ്പോലും ഒരു അലങ്കാരത്തിന് വേണ്ടി കൊണ്ട് നടക്കുന്നതാണ്. നീ നിന്റെ അച്ഛനെ പോലെ ആയിത്തീരണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഭീം നിതായനെ കാണാനായിട്ട് പോകുന്നതാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ആ ഒരു ഡ്രഗ് അതിനെ പറ്റിയിട്ടുള്ള ആ ഒരു കേസ് അവൻ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജെറ്റിന് അതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയെന്നും നിതായോട് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അവളൊരു ഡോക്യുമെൻ്റ് കൊടുക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ കേസ് അന്വേഷിച്ചിരുന്ന ആ ഒരു പോലീസുകാരൻ്റെ ഫോട്ടോയും അതിലുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, തണ്ണായിരുന്നു. നിതായ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൻ മുമ്പ് ഒരു പോലീസ് ഓഫീസറായിരുന്നു, ഡ്രഗ്സിൻ്റെ കേസായിരുന്നു അവൻ കൂടുതലും അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അവൻ അതിൻ്റെ ഒരു പോലീസ് ഡിറ്റക്റ്റീവായിരുന്നു. എന്നാൽ പിന്നീട് ഈ കേസ് അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവന് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. തണ്ണിൻ്റെ ഹെൽപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ ശരിക്കും എന്താണ് നടന്നത്, എന്തൊക്കെ തെളിവുകളാണ് അവൻ കണ്ടെത്തിയത്, ജെറ്റ് തന്നെയാണോ ഇതിൻ്റെ പിന്നിൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നാണോ ഈ ഒരു മരുന്ന് പോയത്, എല്ലാം അറിയാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ തണ്ണിന് തന്നോട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടാകത്തില്ല എന്ന് ഭീം പറയുമ്പോൾ എങ്കിൽ നീ താല്പര്യം കാണിക്കണം, നീ അവനെ കൂടെ നിർത്തണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് നൈറ്റ് തണ്ണിൻ്റെ വീട്ടിൽ അവനില്ലാത്ത ടൈമിന് ആരോ വന്ന് അവൻ്റെ വീട് മൊത്തം നശിപ്പിച്ചിടുന്നതാണ്. മേ ബി ജെറ്റിൻ്റെ ആൾക്കാരായിരിക്കണം. ജെറ്റ് പറഞ്ഞതുപോലെ തന്നെ ഭീമിനെ സഹായിച്ച ആളെ വെറുതെ വിടരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ തണ്ണിനെ കണ്ടുപിടിച്ച് അവനിങ്ങനെ ഒരു പണി കൊടുത്തതായിരിക്കും. എന്തായാലും പിന്നീട് തണ്ണ് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ വീട് മൊത്തം നശിച്ചു കിടക്കുന്നതാണ് അവൻ കാണുന്നത്. ആ സമയം തന്നെ ഭീം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഭീമും വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് അയ്യോ ഞാൻ വരാനായിട്ട് വൈകിപ്പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭീം അപ്പം പറയുന്നുണ്ട് അത് പിന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു അറ്റാക്ക് ഉണ്ടായില്ലേ, അത് സത്യത്തിൽ എൻ്റെ ചേട്ടൻ ചെയ്തൊരു പരിപാടിയാണ്. നീ എന്നെ സഹായിച്ചു എന്ന് ചേട്ടൻ അറിഞ്ഞിട്ട് നിനക്കിട്ടും ചേട്ടൻ പണി തരാൻ നോക്കിയതാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഞാൻ വരാനായിട്ട് വൈകിപ്പോയി എന്ന് പറയുന്നുണ്ട്. അന്നപ്പോൾ അതിന് എന്നെ എന്തിനാ ഇതിൻ്റെ അകത്തേക്ക് വലിച്ചിടുന്നത്, എനിക്കെന്തിനാ പണിയിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അതാ ഒരു ഫെൻറ്റാനിൽ എന്ന് പറഞ്ഞ ഡ്രഗിൻ്റെ കേസ് കാരണമാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തണ്ണിന് ദേഷ്യം വന്നിട്ട് നീ ആരാ സത്യം പറയുന്നത് പറഞ്ഞിട്ട് ഭീമിൻ്റെ കോളറിലൊക്കെ കയറി പിടിക്കുന്നുണ്ട്. ഭീം പറയുന്നുണ്ട് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസുകാരൻ നീയാണെന്ന് എനിക്കറിയാം, ആ കേസിൻ്റെ കുറ്റവാളി എൻ്റെ ചേട്ടനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആ ഒരു മരുന്നും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോയതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അന്നപ്പോൾ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആയിരിക്കും അന്ന് ഞാൻ ആ കേസ് എത്ര അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടും ഒരു തെളിവ് പോലും കിട്ടാത്തത്. നിങ്ങളതൊരു വലിയ ഹോസ്പിറ്റലല്ലേ, പൈസ കൊടുത്ത് എല്ലാം മറച്ചു കാണും, എൻ്റെ ജോലിയും പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഭീം എനിക്കെല്ലാം അറിയാം, എനിക്കിപ്പോൾ നിൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്, നീയല്ലേ അന്ന് ആ കേസ് അന്വേഷിച്ചത്, നീയും ഞാനും ഇപ്പോൾ ഒരുമിച്ച് നിന്നാൽ എൻ്റെ ചേട്ടന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും അവൻ ചെയ്ത തെറ്റുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. ആ സമയം തണ്ണ് അതിനൊരു മറുപടി കൊടുക്കുന്നത് നമ്മളെ കാണിക്കുന്നില്ല. പിന്നീട് തണ്ണാണെങ്കിൽ അവൻ്റെ റൂമിലേക്കൊക്കെ കയറി പോകുമ്പോൾ അവൻ്റെ ബെഡ്റൂമും ആ വന്ന ആൾക്കാർ നശിപ്പിച്ചിട്ടിട്ടാണ് പോയത്. അവനങ്ങനെ നോക്കുന്ന സമയത്ത് താഴെ അവൻ്റെ ഫാമിലി ഫോട്ടോ കിടക്കുന്നത് കാണുന്നുണ്ട്. തണ്ണ് അതെടുത്ത് നോക്കിയിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. തണ്ണിന് ജോലി പോയത് എന്തോ ഒരു ക്യാഷിൻ്റെ കാര്യം പറഞ്ഞിട്ടാണെന്നുള്ള ഫ്ലാഷ് ബാക്ക് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ ആ ഒരു കാര്യത്തിന് ശേഷം ഒത്തിരി ന്യൂസ് അതിനെപ്പറ്റി വന്നിട്ടുണ്ടായിരുന്നു. തണ്ണ് കൈക്കൂലി വാങ്ങിച്ചു, അങ്ങനെയാണ് അവൻ്റെ ജോലി പോയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള താമസിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും തന്നെ മീഡിയക്കാർ വന്നിട്ട് അവൻ അങ്ങനത്തെ ഒരു പയ്യനാണോ, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ലൈവായിട്ട് കുറേ ന്യൂസുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ തണ്ണിൻ്റെ വീട്ടുകാർ അവരുടെ വീട്ടിൻ്റെ അകത്ത് നിന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് ഇതൊക്കെ കണ്ട് വല്ലാണ്ടായിട്ട് തണ്ണിൻ്റെ അമ്മ തല ഇറക്കി വീഴുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സ്ട്രെസ്സ് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇനിയിപ്പോൾ സ്ട്രെസ്സ് വരാതിരിക്കാനൊക്കെ നോക്കണമെന്ന്. ഡോക്ടർ പോകുമ്പോഴത്തേക്കും തണ്ണിൻ്റെ അച്ഛൻ തണ്ണിനോട് പറയുന്നുണ്ട് ഞാൻ ഇവളെയും കൊണ്ട് മറ്റെങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം, ഇവളെ ഇവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല എന്ന്. തന്നപ്പോൾ ഐ എം സോറി അച്ഛാന്ന് പറയുമ്പോൾ നീ എന്തിന് സോറി പറയണം, നീ അതിന് ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ തണ്ണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഭീം അവൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന ടൈമിന് തണ്ണ് അവനെ കാണാനായിട്ട് വരുന്നുണ്ട്. ഭീമാണെങ്കിൽ തണ്ണ് വരുമെന്നൊരു വിശ്വാസത്തിൽ തന്നെ അവനിവിടെ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വരുമ്പോൾ തന്നെ ഞാനാണെങ്കിൽ കോൺട്രാക്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, നീ ഒന്ന് വായിച്ചു നോക്ക്, എന്തെങ്കിലും കാര്യത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി എന്ന് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ തണ്ണ് അത് വായിക്കാൻ പോലും നിൽക്കുന്നില്ല, സമ്മതമാണെന്നുള്ള രീതിയിൽ അത് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭീമിൻ്റെ ബോഡി ഗാർഡായിട്ട് ഇവിടെ തന്നെ കൂടെ നിന്ന് ഇവർ ഒരുമിച്ച് ഈ ഒരു കേസ് സോൾവ് ചെയ്യാനാണ് പ്ലാൻ. തണ്ണ് സൈൻ ചെയ്ത ആ ഒരു കോൺട്രാക്റ്റിൽ ഭീമും സൈൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം സെറ്റായി കഴിയുമ്പോൾ ഭീം തണ്ണിനോട് പറയുന്നുണ്ട് ഇനി നിനക്ക് ഒരു ചെറിയ മേക്ക് ഓവർ തരാനുണ്ടെന്ന്. അങ്ങനെ അവനെയും കൊണ്ട് വേറൊരു കടയിലേക്ക് കൊണ്ടുപോവാണ്. അവൻ്റെ ലുക്കും മാറ്റി അവൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി അവനെ വേറൊരു പുതിയൊരാളാക്കി ഭീമിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. എന്നാൽ ഭീമാണെങ്കിൽ അത് രസമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും അവൻ്റെ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങൊക്കെ മാറ്റിയിട്ട് കൊണ്ട് നിർത്തുന്നുണ്ട്. ഭീമാണെങ്കിൽ അതും വലിയ രസമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും തണ്ണിന് ഡ്രസ്സ് മാറ്റിക്കാനായിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഭീമിൻ്റെ കൂടെ തന്നെ നിതായ ഉണ്ടായിരുന്നു. നിതായ ആണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് അവൻ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കുമെന്ന് പറയുന്നുണ്ട്.
അപ്പോഴാണ് നമ്മളെ മറ്റൊരു കാര്യം കാണിച്ചിരുന്നത്. തണ്ണിൻ്റെ വീട് അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നിരുന്ന ആ ഒരാൾക്കാർ അത് ആക്ച്വലി ജെറ്റ് അയച്ചതൊന്നുമല്ല, തണ്ണിനെ ഈ ഒരു കേസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് ഭീമ തന്നെ ചെയ്ത ഒരു പരിപാടിയായിരുന്നു. എൻ്റെ ചേട്ടനാണ് ഇങ്ങനെ ചെയ്തതെന്നും തൻ്റെ ചേട്ടനെ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് പുറത്ത് കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല എന്നും ഒരു മൈൻഡ് സെറ്റ് തണ്ണിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ഭീമ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിപ്പോൾ വർക്കാവുകയും ചെയ്തു. അപ്പോൾ ഭീമാണെങ്കിൽ നിതായടുത്ത് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും തുറന്നു പറയാതിരുന്ന ആ ഒരു സത്യം അവനൊരിക്കലും അറിയാൻ പോകുന്നില്ല എന്ന്. ആ സമയം തന്നെ വീണ്ടും ഒന്നുകൂടെ തണ്ണിൻ്റെ ഡ്രസ്സിംഗ് ഒക്കെ മാറ്റിയിട്ട് അവനെ ഭീമിൻ്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റൈല് തണ്ണിന് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഭീമിന് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഭീം അതുകൊണ്ട് ഈ ലുക്ക് മതി, ഇതേപോലത്തെ കുറച്ച് ഡ്രസ്സ് അവന് വേണ്ടി റെഡിയാക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവർ ഒരുമിച്ച് ഓഫീസിലേക്ക് വരുന്നുണ്ട്. നേരെ വന്ന് ഇവർ രണ്ടും ലിഫ്റ്റിലേക്ക് കയറാണ്. ലിഫ്റ്റിൽ കയറിയിട്ട് ഇവരിങ്ങനെ അവർക്ക് പോകേണ്ട ഫ്ലോറിലേക്ക് പോകാനായി തുടങ്ങുന്നതും ലിഫ്റ്റ് പെട്ടെന്ന് സ്റ്റക്കാവുന്നുണ്ട്. ലൈറ്റെല്ലാം ഓഫ് ആവുന്നുണ്ട്. പക്ഷെ വരുന്നുണ്ട് ലൈറ്റ്, എന്നാൽ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ അവരാണെങ്കിൽ എമർജൻസി, അതായത് ലിഫ്റ്റിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി പ്രസ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഭീം ഇവിടെ സ്റ്റക്കാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ. അതേ ടൈമിന് ഭീമിന് എന്തോ വയ്യാത്ത ഭയങ്കര അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഭീം കുഞ്ഞായിരുന്ന ടൈമിന് ഇതേ ഹോസ്പിറ്റലിൽ തന്നെ അവനാണെങ്കിൽ റിസയുടെയൊക്കെ കൂടെ ഒളിച്ചു കളിക്കുന്ന സമയം, റിസയും എന്ന് നല്ല കുഞ്ഞാണ്, അവരങ്ങനെ ഒളിച്ചു കളിക്കുന്ന സമയം ഭീം ഒരു റൂമിൻ്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുമായിരുന്നു. റിസ അവൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ജെറ്റ് അങ്ങോട്ടേക്ക് വന്ന് ഭീമിനെ ആ ഒരു മുറിയിൽ പൂട്ടിയിടുന്നുണ്ട്. റിസയോട് അവനെ തുറന്നു വിടരുതെന്നും ഈ കാര്യം ആരോടും പറഞ്ഞു കൊടുക്കരുതെന്നും പറഞ്ഞിട്ട് റിസേനെ അവനാണെങ്കിൽ പേടിപ്പിക്കുന്നുണ്ട്. ഭീം ഇതേ സമയം ഇതെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് റിസ ഒന്ന് ഓപ്പൺ ചെയ്യ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. മുമ്പുണ്ടായ ആ ഒരു കാര്യത്തിൻ്റെ ട്രോമ ഇപ്പോഴും ഭീമിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലിഫ്റ്റിൽ ഇപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും അവന് ശ്വാസം വിടാൻ പറ്റുന്നില്ല, അവൻ വല്ലാണ്ടായി പോകുന്നുണ്ട്. താഴേക്ക് വീഴുമ്പോഴത്തേക്കും തണ്ണാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. പിന്നീട് കാണുന്നത് ഇപ്പോൾ ഭീം ഹോസ്പിറ്റലിലുള്ളതാണ്. അവന് ബോധം വരുന്ന ടൈമിന് താൻ പോയി ഡോക്ടറിനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഭീം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് തനിക്ക് കുറച്ച് വെള്ളം തരാനൊക്കെ പറയുന്നുണ്ട്. അവനങ്ങനെ അതൊക്കെ കുടിച്ചിട്ടിരിക്കുമ്പോൾ തണ്ണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ താനുമായിട്ട് ഷെയർ ചെയ്തോളാൻ പറയുന്നുണ്ട്. ഭീം അപ്പോൾ അതൊരു പഴയ കാര്യമാണ്, നീ അതങ്ങ് വിട്ടു കളഞ്ഞേക്ക്, അതിനെക്കുറിച്ച് ഇനി സംസാരിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം തണ്ണ് പറയുന്നുണ്ട്, മുമ്പ് എൻ്റെ ജോലി പോയ ടൈമിന് എനിക്ക് പാനിക് ഡിസോർഡർ ഉണ്ടായിരുന്നു. പുറത്തേക്കിറങ്ങി ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഫോൺ കോൾ എടുക്കാൻ പോലും പേടിയായിരുന്നു. എല്ലാവരും പ്രശംസിച്ചുകൊണ്ടിരുന്ന ഭയങ്കര ധൈര്യശാലിയായ ഒരു പോലീസുകാരനായ ഞാൻ ഒരു നിമിഷം കൊണ്ടാണ് അങ്ങനെയായി മാറിയെന്ന് പറയുന്നുണ്ട്. ഭീം അപ്പോൾ ഇതൊക്കെ എന്താ തന്നോട് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും, നമുക്ക് എല്ലാവർക്കും ഒരു വീക്ക്നെസ്സും ഉണ്ടാകും. അതിനെപ്പറ്റി ഷെയർ ചെയ്യുന്നതിലും ഒന്നിലും തന്നെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിനക്ക് അതിനെക്കുറിച്ച് പറയാനോ ഷെയർ ചെയ്യാനോ ഒരാളെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഭീം ഇപ്പോൾ താങ്ക്സ് എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ഭീമിൻ്റെ അച്ഛൻ അയാളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഗോൾഫ് കളിക്കാനായിട്ട് പോകുന്നതാണ്. അവിടെ തന്നെ ജെറ്റും ഉണ്ടായിരുന്നു. ജെറ്റാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗോൾഫ് പ്ലേ ചെയ്യുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ അത് ബോൾ തട്ടി വിടുമ്പോഴത്തേക്കും അത് റോങ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്കാണ് പോയത്. അങ്ങനെ പിന്നീട് അവൻ്റെ അച്ഛൻ അവൻ്റെ അടുത്തേക്കൊന്ന് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, നിനക്കിപ്പോഴും ഗോൾഫ് നേരെ കളിക്കാനായിട്ട് അറിയത്തില്ല, നീയാണെങ്കിൽ ഭീമിനെതിരെ ആൾക്കാരെ പറഞ്ഞയക്കുന്നല്ലേ, അതെങ്ങാനും പുറത്തായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷൻ എന്താകുമെന്ന് നിനക്കറിയാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ഭീം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഭീമിൻ്റെ അച്ഛൻ ഭീമിനെ അയാളുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഭീമാണെങ്കിൽ ആ സമയം അച്ഛന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എല്ലാം താൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. അത് കേട്ട് ജെറ്റ് അച്ഛൻ എങ്ങോട്ടെങ്കിലും പോകുവാണോ എന്ന് ചോദിക്കുമ്പോൾ, നിനക്കതൊന്നും നോക്കാൻ നേരമില്ലല്ലോ, ഞാനാണെങ്കിൽ സിംഗപ്പൂരിൽ ഒരു മീറ്റിങ്ങിന് പോവാ, നീയാണെങ്കിൽ ഇവനെ കൊല്ലാനായിട്ട് ആൾക്കാരെ വിട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവൻ ആ സമയം എനിക്ക് വേണ്ടിയിട്ട് ഒരാളുമായിട്ട് അപ്പോയിൻമെൻ്റ് എല്ലാം അറേഞ്ച് ചെയ്തു, ഞാൻ തുടങ്ങുന്ന പുതിയ പ്രോജക്റ്റിൽ അയാൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ജെറ്റ് നേരെ റൂമിലേക്ക് വരുമ്പോൾ അവനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിരിക്കുകയാണ്. അവൻ്റെ അസിസ്റ്റൻ്റ് പയ്യൻ്റെ അടുത്ത് തനിക്ക് ആ ഒരു ഡ്രഗ് യൂസ് ചെയ്യാനായിട്ട് തരാൻ പറയുന്നുണ്ട്. ആ സമയം അതിന് നിങ്ങൾ യൂസ് ചെയ്തില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞതല്ലേ, അത് തരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ തനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവൻ്റെ വാശിക്ക് അവന് ആ ഒരു ഡ്രഗ് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു കേസിലുണ്ടായിരുന്ന സെയിം ഫെൻറ്റാനിൽ എന്ന് പറഞ്ഞ ഡ്രഗ് തന്നെയാണ്. അതങ്ങനെ അവനാണെങ്കിൽ യൂസ് ചെയ്യുന്ന ടൈമിന് അത് മറ്റാരും കാണാതിരിക്കാനായിട്ട് വീടിൻ്റെ കർട്ടൻസ് എല്ലാം തന്നെ അവൻ്റെ അസിസ്റ്റൻ്റ് പയ്യൻ ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവനാണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റിൽ അവൻ്റെ അമ്മേനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഒരു ഫ്ലാഷ് ബാക്ക് കാര്യം ആലോചിക്കുന്നുണ്ട്. അവൻ കുഞ്ഞായിരുന്ന ടൈമിന് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്ക് അവൻ്റെ അമ്മ അവനെ കൊണ്ടുവന്നിട്ട്, ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്, നീയാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ, നിനക്കിത് കിട്ടാനായിട്ട് ഞാൻ പലതും ചെയ്തു, ഇത് നിൻ്റെ കയ്യിൽ തന്നെ വരണമെന്ന്. അങ്ങനെ അതാലോചിച്ചിട്ട് അവൻ പറയുന്നുണ്ട്, അമ്മ ഞാനാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ വിട്ടു കൊടുക്കത്തില്ല, അത് ഞാൻ തന്നെ നേടിയെടുക്കുമെന്ന്.
പിന്നീട് കാണിക്കുന്ന ഭീമും തണ്ണും കൂടെ ആയിട്ട് ഭീമിൻ്റെ ഓഫീസിൽ ഇരുന്നിട്ട് ആ ഒരു ഡ്രഗിൻ്റെ കേസിൽ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നൊക്കെ നോക്കുന്നതാണ്. തണ്ണ് ഭയങ്കരമായിട്ടിരുന്ന് അന്വേഷിക്കുന്ന കാണുമ്പോഴത്തേക്കും ഭീം പറയുന്നുണ്ട് കുറേ നേരമല്ല തുടങ്ങിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ. തണ്ണപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഭീം എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് റിസ വരുന്നുണ്ട്. റിസ വന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കോഫി കൊടുക്കുന്നുണ്ട്. ജെറ്റിനെക്കാളും നീ ഒരു പടി മുന്നിലാണെന്നും നിനക്ക് തന്നെയായിരിക്കും മിക്കവാറും ഇപ്പം നടക്കാൻ പോകുന്ന പ്രോജക്റ്റ് അച്ഛനാണെങ്കിൽ തരാൻ പോകുന്നതെന്നും പറയുന്നുണ്ട്. ഭീം അപ്പോൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ റിസ എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചാൽ മതി, ഞാനെന്തായാലും നിന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവൻ മുമ്പ് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമുക്കിട്ട് കുറേ പണി തന്നതല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. റിസ പോയി കഴിയുന്നത് അവർക്ക് കുടിക്കാനായിട്ട് കൊടുത്ത ആ ഒരു കോഫി തണ്ണിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് രണ്ടുപേരുടെയും കൊണ്ട് അവൻ കളയുന്നുണ്ട്. തണ്ണപ്പോൾ നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ ഫാമിലിയിലുള്ള ആരെയും നീ വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ട്. രണ്ടാം സമയം പക്ഷേ റിസേനെ കണ്ടിട്ട് പാവമായിട്ട് തോന്നുന്നുണ്ടല്ലോ, നല്ലൊരു പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം നീ എൻ്റെ മുന്നിൽ വെച്ചിട്ട് വേറെ ആളിങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജലസാവുന്നു, നിനക്ക് അറിഞ്ഞൂടെ എന്നിങ്ങനെ ഭീം ചോദിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. നീ ഇന്ന് വേറെ പെർഫ്യൂമാണ് യൂസ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് തന്നെ സ്മെല്ല് ചെയ്ത് നോക്കാനൊക്കെ പോകുന്നുണ്ട്. തന്നപ്പം മര്യാദയ്ക്ക് ഇരിക്കാനായി പറയുന്നുണ്ട്. അന്നേരം തന്നെ തണ്ണിൻ്റെ ഒരു പോലീസുകാരൻ ഫ്രണ്ടായിട്ടുള്ള പാൻ അവനെ കോൾ ചെയ്തിട്ട് തനിക്ക് ഈ ഒരു കേസിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നിതായുടെ അടുത്തും ഭീമിൻ്റെ അടുത്തും അവൻ്റെ ഫ്രണ്ട്സിന് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് കളക്ട് ചെയ്തിട്ട് തണ്ണ് വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഈ ഒരു കേസിനെ പറ്റി അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്, ഒരു ഡ്രഗ് പാർട്ടി നടത്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്ന ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരാൾ എന്തോ ആയിരുന്നു അന്ന് മരിച്ചു പോയിട്ട് ഒരു കേസ് ഉണ്ടായത് തന്നെ. പക്ഷേ ഈ ഒരു ഡ്രഗ് പാർട്ടി നടത്തുന്നതിനെ പറ്റി തന്നെ ഒരു ഇൻഫർമേഷനും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു പാർട്ടി നടത്തുന്ന ഒരു ഗ്യാങ് ഉണ്ട്, അവരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു ഫ്രണ്ടാണ് ഈ ജെറ്റ്. ഇന്നും ഒരു പാർട്ടി നടക്കാൻ പോകുന്നുണ്ടെന്നും അത് ഈ വീട്ടിലാണ് നടക്കാൻ സാധ്യതയെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്നുള്ള കാര്യമാണ് ഇപ്പോൾ തണ്ണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയം ഭീമ അറിയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിന്ന് ആ ഒരു പാർട്ടിയിൽ കയറിപ്പെടണം, എവിഡൻസ് ആയിട്ട് ഒരു ഡ്രഗെങ്കിലും തനിക്ക് എടുത്തുകൊണ്ട് വരണമെന്ന്. ആ സമയം തണ്ണാണെങ്കിൽ അല്ല ഇതിപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകുന്ന ഡ്രഗാണെന്ന് എങ്ങനെ ഉറപ്പിക്കും എന്ന് ചോദിക്കുമ്പോൾ നിതായാണെങ്കിൽ അത് പിന്നെ മാനുഫാക്ചർ ചെയ്ത കമ്പനിയുടെ പേര് ആ ഒരു ബോട്ടിൽ ഉണ്ടാകും. അപ്പോൾ നമ്മളാണെങ്കിൽ ഹോസ്പിറ്റലിൽ വാങ്ങുന്ന മരുന്നിൻ്റെ ലിസ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ വന്നതാണോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഭീമും തണ്ണും നേരെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ കയ്യിൽ റെഡ് കളർ ബാൻഡ് ഇട്ട ആൾക്കാരെ മാത്രമേ അകത്ത് കയറ്റാൻ പാടുള്ളൂ എന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്കുന്ന സെക്യൂരിറ്റി അവരുടെ ബാൻഡ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു ബാൻഡ് ഇട്ടുകൊണ്ട് കയറി പോകുന്നത് അവർ കാണുന്നുണ്ട്. അവരെ പോയി ഞങ്ങൾ ബാൻഡ് എടുക്കാൻ മറന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര പറഞ്ഞിട്ടും ഇവരെ കയറ്റി വിടുന്നില്ല. ഇന്ന് ആ ഒരു പാർട്ടി നടത്തുന്നത് ജെറ്റിൻ്റെ ഒരു ഫ്രണ്ടും ആ ഒരു ഗ്യാങ്ങിൻ്റെ തന്നെ ലീഡറായിട്ടുള്ള റേ എന്ന് പറയുന്ന പയ്യനാണ്. അങ്ങനെ ഇവർ ഞങ്ങളാണെങ്കിൽ പോയി ആ ഒരു ബാൻഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ കാറിലേക്ക് കയറി മറ്റങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം എന്തൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് ജെറ്റിൻ്റെ അസിസ്റ്റൻറ്റ് ജെറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ഫെനാറ്റിൽ ഡ്രഗിനെ പറ്റിയിട്ടും അത് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും 2-3 ദിവസം മുമ്പ് ഭീം പോയിട്ട് നമ്മുടെ ആ ഒരു ഡ്രഗ് സ്റ്റോറിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ജെറ്റ് ആ സമയം ഇതെന്താ നീ നേരത്തെ പറയാത്തത്, പെട്ടെന്ന് തന്നെ റെയിൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ ഇരിക്കുന്ന ഡ്രഗ് എല്ലാം എടുത്ത് മാറ്റാനായിട്ട് പറയാനായി പറയുന്നുണ്ട്. ഇതേ സമയം ജെറ്റും ഭീമും മറ്റൊരിടത്തേക്ക് പോയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. തണ്ണാണെങ്കിൽ അവൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ബാൻഡ് അറേഞ്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ഫ്രണ്ട് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. അതേസമയം ആ ഒരു പാർട്ടിയിലേക്ക് പോയ ഒരാൾ കുടിച്ച് ബോധമില്ലാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വാഷ്റൂം യൂസ് ചെയ്യാൻ പോകുന്നത് ഭീം കാണുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഇപ്പോഴും ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. ഭീം അപ്പോൾ തണ്ണിനോട് താനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് നേരെ അയാളുടെ പുറകെ പോകുന്നുണ്ട്. അയാളെ ഇടിച്ച് പിതുക്കിയിട്ട് ഇവൻ ആ ഒരു ബാൻഡും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഭീമാണെങ്കിൽ ഒരു റെഡ് കളർ ഷർട്ടും തണ്ണ് ഒരു വൈറ്റ് കളർ ഷർട്ടുമായിരുന്നു ഇട്ടിരുന്നത്. ഭീം അവൻ്റെ ഷർട്ട് അഴിച്ചിട്ട് തണ്ണിനോടും അവൻ്റെ ഷർട്ട് അഴിക്കാനായി പറയുന്നുണ്ട്. തണ്ണാണെങ്കിൽ വേറെന്തോ ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് ഈ നേരത്താണോ ഇതൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഭീം അപ്പോൾ അയ്യോ അതൊന്നുമല്ല, ഇന്നാണെങ്കിൽ ആ ഒരു പാർട്ടി തീം എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്, അത് ഈ ബാൻഡിൽ എഴുതിയിട്ടുണ്ട്. നീയാണെങ്കിൽ ഈ ഷർട്ട് ഇട്ടിട്ട് ഇതിൻ്റെ വൈറ്റ് ഷർട്ട് എനിക്ക് തരാനായിട്ട് പറയുന്നുണ്ട്. ഷർട്ടൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നീട് ആ ഒരു ബാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഭീമിന് ആ ഒരു പാർട്ടിയിലേക്ക് കയറാനായി പറ്റുന്നത്. തണ്ണ് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭീം അങ്ങനെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും റേ ആണെങ്കിൽ ഡ്രിങ്ക് ചെയ്തിട്ട് എൻജോയ് ചെയ്യുന്ന കാണുന്നുണ്ട്. ഭീമിനെ കാണുമ്പോൾ റേ അവനുമായിട്ട് ഫ്ലേർട്ട് ചെയ്യാനും വരുന്നുണ്ട്. ഭീം ആ ഒരു അവസരം നന്നായിട്ട് മുതലാക്കുന്നുണ്ട്. ഈ പാർട്ടി ഭയങ്കര അടിപൊളിയാണെന്ന് വിചാരിച്ചാണ് താൻ വന്നത്, എന്നാൽ കേട്ടതുപോലെ അത്രയ്ക്കൊന്നും ഇല്ല എന്ന് റേയോട് പറയുന്നുണ്ട്. റേ അപ്പോൾ എങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ അവനെ വിളിച്ച് ബെഡ്റൂമിലേക്ക് പോകാൻ ഇൻറ്റിമേറ്റ് ആവാനായിട്ട്. അവിടെ ഓൾറെഡി ഏതൊക്കെയോ ആൾക്കാർ നിന്ന് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ടായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാതെ റേ ആണെങ്കിൽ ഭീമുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ നിൽക്കുമ്പോൾ ഭീമാണെങ്കിൽ തനിക്ക് ആ ഒരു മൂഡ് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. റേ അപ്പോൾ അതിന് പറ്റിയൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഡ്രഗ് എടുക്കുന്നുണ്ട്. കുറച്ച് അവനാണെങ്കിൽ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. ഭീം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പതുക്കെ അതെടുത്ത് അവൻ്റെ പോക്കറ്റിൽ എവിഡൻസ് ആയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് തള്ളിൽ റേ കാണാതെ താനിപ്പോൾ റൂമിൽ കയറിയിട്ട് എവിഡൻസ് ആയിട്ട് ഡ്രഗ് എടുത്തു എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. ഇതേ ടൈമിൽ റേ ആണെങ്കിൽ നിനക്ക് എതിരായിട്ട് ആ ഡ്രഗ് ഉപയോഗിച്ചതിൻ്റെ എഫക്റ്റ് കിട്ടിയില്ലേ, വാ നമുക്ക് ഇൻറ്റിമേറ്റ് ആവാന്നൊക്കെ പറഞ്ഞിട്ട് ഇവനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ നിൽക്കുന്നുണ്ട്. ഭീമ ഞാൻ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ റേ അവനെ വിടുന്നില്ല.
പിടിച്ചു വെക്കുന്നുണ്ട്. ഭീം ഒഴുകി മാറാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ റേയാണെങ്കിൽ അവൻ അടിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് വീണ്ടും അവൻ്റെ ദേഹത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം അവൻ ഇഞ്ചെക്ട് ചെയ്യാതെ നിൽക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ റേയാണെങ്കിൽ അവൻ ഫോഴ്സ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഭീമിൻ്റെ ബോധം പോയി തുടങ്ങുന്നുണ്ട്. ഇതേ സമയം കൊണ്ട് തണ്ണാണെങ്കിൽ മതിൽ ചാടി അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഈ നേരം കൊണ്ട് റേ അവനെ പിടിച്ച് ബെഡിൽ കിടത്തി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ നിൽക്കുകയാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് താൻ കയറി വരുന്നുണ്ട്. റേയിനെ കടിച്ചു മാറ്റുന്നുണ്ട്. ഇതേ നേരം ആ പാർട്ടിയിലേക്ക് ജെറ്റിൻ്റെ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ വന്നിട്ട് റേ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഈ നേരം കൊണ്ട് തണ്ണ് പതുക്കെ ഭീമിനെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഈ നേരം ആ പയ്യൻ റേയിനെ അന്വേഷിച്ച് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും റേ ബോധമില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അസിസ്റ്റന്റ് പയ്യൻ അവിടെ എല്ലാം നോക്കുന്നുണ്ട്. അവിടെ ഇവർക്കാണെങ്കിൽ ഒരു കറക്റ്റ് എമൗണ്ട് ഉള്ള ഡ്രഗ്സിൻ്റെ ബോട്ടിൽസ് ആയിരുന്നു അന്നത്തെ പാർട്ടിയിലത്തേക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്തത്. എല്ലാ ഡ്രഗ്സും അവിടെ തന്നെ ഉണ്ടോയെന്ന് ആ ഒരു പയ്യൻ ബോട്ടിൽസ് എല്ലാം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു ബോട്ടിൽ മിസ്സിംഗ് ആയിരുന്നു. ഉടനെ തന്നെ റേയിനെ എഴുന്നേപ്പിച്ച് അത് പറയാനായി ശ്രമിക്കുന്നുണ്ട്. എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലായിട്ട് ആ പയ്യനും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. തണ്ണും ഭീമും കൂടെ ആയിട്ട് ഏത് വഴിയാണോ പുറത്തേക്ക് ഇറങ്ങിയത് അതേ വഴി ഈ ഒരു പയ്യനും പോകുന്നുണ്ട്. ഭീമിനെ ആരോ വണ്ടിയിലേക്ക് കയറ്റുന്നത് ഈ പയ്യൻ കാണുന്നുണ്ട്. തണ്ണിനെ ആ പയ്യൻ അറിയത്തില്ല. അവർ കാറിൽ കയറി പോയതും ഈ പയ്യൻ അവൻ്റെ കാറിൽ ഇവരെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തണ്ണിന് മനസ്സിലാവുന്നുണ്ട്. ഇതേ നേരം ഭീം ആ ഒരു ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഫ്ലേർട്ട് ചെയ്യാനുള്ളൊരു മൂഡിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. തണ്ണ് വണ്ടി ഓട്ടിക്കുകയാണെന്നൊന്നും നോക്കുന്നില്ല. അവനെ കിസ് ചെയ്യാനും ഹഗ് ചെയ്യാനുള്ളൊരു പരിപാടിയിലായിരുന്നു ഭീം. ഇതിൻ്റെ ഇടയിൽ തണ്ണിന് നേരെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ പയ്യൻ ഇവരുടെ അടുത്തേക്ക് എത്തുന്നൊരു സിറ്റുവേഷൻ ആവുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഏതൊരു ബൈക്ക് വന്ന് ഈ ഒരു കാറിൻ്റെ ഇടയിൽ കൂടെ കയറാണ്. അങ്ങനെ ജെറ്റിൻ്റെ അസിസ്റ്റന്റ് പയ്യന് അവൻ്റെ വണ്ടി തിരിച്ചു കളയേണ്ടി വരാണ്. അങ്ങനെ ഇവരെ ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി വരുന്നുണ്ട്. അതേസമയം ആ ബൈക്കുകാരൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ബൈക്ക് ആരാണ് ഓട്ടിച്ചെന്ന് കണ്ടു കഴിഞ്ഞു റിസയുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന പാൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി റിസേനെ വിളിച്ചിട്ട് ഭീമാണെങ്കിൽ എസ്കേപ്പ് ആയി എന്ന് പറയുന്നുണ്ട്. മേ ബി ഭീമിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റിസ ഇവളെ പറഞ്ഞു വിട്ടതായിരിക്കും. എന്നും ഭീമും തണ്ണും കൂടി ഈ സമയം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. തന്നെ തണ്ണ് നിതായനെ കോൾ ചെയ്ത് ഭീം ഡ്രഗ് യൂസ് ചെയ്തു പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ട്. തണ്ണെന്നിട്ട് ഭീമിനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ ഭീം തണ്ണിനെ പിടിച്ച് വെച്ച് കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് തണ്ണ് എങ്ങനെയൊക്കെയോ ഭീമിനെ പിടിച്ച് ബാട്ടബിലിരുത്തിയ ശേഷം അവനെ കുളിപ്പിക്കാനായി നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഭീമാണെങ്കിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഭീം കുഞ്ഞായിരിക്കുന്ന ടൈമിൽ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ഏതൊക്കെയോ കുറേ പിള്ളേർ വന്നിട്ട് അവനെ ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ ആ സമയം ഒരു പയ്യൻ വന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്യാണ്. പയ്യനോട് നിന്റെ പേരെന്താന്നൊക്കെ ഭീം ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു പയ്യൻ നീ എന്നെ ടണ്ടർമാൻ എന്ന് വിളിച്ചോളാനായിട്ട് പറയാണ്. ഒരു പക്ഷേ ആ ഒരു പയ്യൻ തണ്ണായിരിക്കും. എന്തായാലും അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.